പി.കെ. ശ്രീമതിക്കെതിരെ വന്നത് പിതൃശൂന്യമായ വാർത്തയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ഏതൊരു സ്ത്രീക്കും അന്തസ്സുണ്ട് എന്ന് ഇത്തരം വാർത്ത ചമക്കുന്നവർ ഓർക്കണം. പയ്യന്നൂരിൽ UDF MLA പോലീസിനെതിരെ പറഞ്ഞതിൽ ആഭ്യന്തരമന്ത്രിയാണ് അഭിപ്രായം പറയേണ്ടതെന്നും ജയരാജൻ പറഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P.K. ശ്രീമതിക്കെതിരെ പിതൃശൂന്യ വാർത്തയാണ് ചില മാധ്യമങ്ങൾ നൽകിയതെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പറഞ്ഞു. ഏതൊരു സ്ത്രീക്കും അന്തസ്സുണ്ട്. അതിനെ അപമാനിക്കുന്ന രീതിയിലാണ് സംഘപരിവാർ അനുകൂല ചാനലും യൂട്യൂബ് ചാനലുകളും വാർത്ത നൽകിയത്. ഏതൊരു സ്ത്രീക്കും അന്തസ്സുണ്ട്. ആ അന്തസ്സിനെയാണ് ജനം TVയും മറ്റിതര ഓൺലൈൻ മാധ്യമങ്ങളും ചില അച്ചടി പത്രവും അപമാനിച്ചത്. ഒരു വാർത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൊടുക്കുമ്പോൾ ആ വ്യക്തിയോട് നിജസ്ഥിതി അന്വേഷിക്കാനുള്ള മര്യാദയെങ്കിലും മാധ്യമ പ്രവർത്തകർ കാട്ടണം. ആ മര്യാദ കാട്ടിയിരുന്നു എങ്കിൽ ഈ ദാമോദരൻ മാസ്റ്ററുടെ ഭാര്യയായ P.K. ശ്രീമതി ടീച്ചർ PR കൃഷ്ണന്റെ ഭാര്യ ആകുമായിരുന്നില്ല. സ്വന്തം ഭർത്താവിൻ്റെ പേര് മാറ്റി ഒരു സ്ത്രീയെ അപമാനിക്കും വിധത്തിലാണ് ജനം TV അടക്കമുള്ളവർ ചെയ്ത വാർത്താ നിർമ്മിതി. ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. പിതൃശൂന്യ വാർത്തയാണ്. അതവർ തിരുത്തിയാലും പൊറുക്കാൻ കഴിയില്ല. ഈ വ്യാജ വാർത്തയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നിജസ്ഥിതി അന്വേഷിക്കേണ്ട മര്യാദ പോലും കാട്ടാതെയാണ് ഇവർ വാർത്ത നൽകിയത്. ഇനി തിരുത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണൻ MLAയും T. പുരുഷോത്തമനും UDFന്റെ പോലീസിനെതിരെ സമരം ചെയ്യുകയാണ്. UDF MLA ഉന്നയിച്ച വിമർശനത്തിന് ആഭ്യന്തരമന്ത്രിയാണ് മറുപടി പറയേണ്ടതെന്നും MV ജയരാജൻ പറഞ്ഞു. പയ്യന്നൂർ MLAയും ആ MLAയെ പിന്തുണക്കുന്ന T. പുരുഷോത്തമൻ അടക്കമുള്ളവർ കേരളത്തിൽ UDF സർക്കാരിനെ പിന്തുണച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർക്ക് തന്നെ UDFന്റെ പോലീസ് നടപടികൾ തൃപ്തികരമല്ലെന്ന് തോന്നുകയും അതിനെതിരെ സമരം നടത്തുകയും ചെയ്യേണ്ടി വന്നു. അതിന് ആഭ്യന്തരമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ആഭ്യന്തരമന്ത്രിക്ക് പിന്തുണ നൽകിയ ഒരു MLA തന്നെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അതിൻ്റെ പ്രവർത്തകന്മാരുടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹ സമരത്തിൻ്റെ മുമ്പാകെ പോകുന്ന ഒരു ദുര്യോഗമാണ് കാണുന്നത്. T. പുരുഷോത്തമന്റെ ചെമ്മീൻപാടത്തിലെ ഷെഡിന് തീയിട്ട സംഭവവുമായി CPMന് ഒരു ബന്ധവുമില്ല. ഇതിൽ ഏതന്വേഷണത്തെയും CPM സ്വാഗതം ചെയ്യുമെന്നും MV ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.